ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ, ചാലക്കുടി ബസ് സ്റ്റേഷൻ, ആതിരപ്പള്ളി ബസ്. കൊടുങ്കാറ്റിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പല അത്ഭുത കാഴ്ചകളോടെ നീണ്ട 1 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് എത്തുന്നു. ആതിരപ്പള്ളി ചരിത്രപരമായ പല ഐതിഹ്യങ്ങളും സംഭവ വികാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടം. ഇറ്റലി, ഫ്രാൻസ്, മൊറീഷ്യസ്, ഹോണ്ടുറസ്, കോങ്കോ തുടങ്ങിയ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകരെ നിങ്ങൾക്ക് ഈ പുണ്യഭൂമിയിൽ കാണാൻ കഴിയും. 60 രൂപയുടെ ടിക്കറ്റിനാൽ നിങ്ങൾക്ക് നിയമപരമായി ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയും. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം, പക്ഷേ ഇവിടുത്തെ പ്രധാന ഭാഷ തമിഴാണ്. கொஞ்சம் தமிழ் பேசினா நல்லா இருக்கும். இந்த ஊரில் മുഴുവൻ തമിഴ് മക്കൾ, ஆனால் തമിഴ് പേസുங்கன்னா നല്ലത്. ധർമ്മടത്തുള്ള ഒരു ചങ്ങായിയാണ് റിഷാം ഖാൻ എന്നത് പേര്. ആ റിഷാം ഇങ്ങോട്ടോക്കടാ. റിഷാമിലെ തിരക്കിലാണ്. ഇവരാണ് ഇവിടുത്തെ പ്രധാനികൾ. കാണാൻ വലിയ രസമൊന്നുമില്ലെങ്കിലും സ്വഭാവം വളരെ മോശമാണ്. ആളുകൾ സാധനങ്ങൾ പിടിച്ച് പറിക്കുക, ഇതേപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ്. ഒപ്പിച്ച പണി കണ്ടുക്കോ. ഒരു ചെറിയ മോൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം പിടിച്ചേറ്റി ഓടി മരത്തുമൊക്കെ ഇരിക്കാൻ. ലേഡീസിന് പ്രത്യേകം ടോയ്ലറ്റും ജെൻസിന് പ്രത്യേക ടോയ്ലറ്റും ഉണ്ട് ഈ സൈഡിലായിട്ട്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ വേണം നമ്മൾ വാട്ടർഫോളിലേക്ക് പോകാൻ. ആനയും കടുവയും പുലിയും കാട്ടുപോത്തുമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു കൊടും കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഏത് നിമിഷവും നമുക്ക് വന്യജീവികളുടെ അറ്റാക്ക് ഉണ്ടായിരിക്കാം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, ഇവിടെ കളിക്കാൻ അനുവദിക്കുന്നതല്ല. ആരും ഇവിടെ വന്ന് കളിക്കരുത്. ഇവിടെ ഈ കയറ്റം ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് തിരിച്ചു കയറാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനുള്ള ആരോഗ്യവും നല്ല കട്ടിയുള്ള മനസ്സുള്ള ആൾക്കാർ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ആ ഇനൽ പോലെ ആയാൽ മതി. എന്താ സുഖം. ആൾക്കാരുടെ ഇടന്ന് ബിസ്ക്കറ്റും പഴവും തട്ടിപ്പറിക്കുക, അടിക്കുക, കഥ പറയുക, ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, പണിക്ക് പോകണ്ട, EMI അടക്കണ്ട, ലക്ഷറി ലൈഫ് തന്നെ. ഇതാണ് ചാലിയാർ പുഴ.
കാശ്മീരിൻ്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന ജലം ചാലിയാറിലൂടെ ഒഴുകി ലോകവ്യാപാരത്തെ നയിക്കുന്ന അറബിക് മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ഒരു ഇടനാഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാലിയാർ പുഴ. വർണ്ണപൂരിതമായ ഫിൽട്ടറുകൾ കയറ്റിയ ഷോർട്സിലും റീൽസിലും കാണുന്ന ആതിരപ്പള്ളി പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ലെങ്കിലും ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഭയങ്കര സംഭവമാണെന്ന് കരുതി ആരും പോകരുത്. ഫ്രാൻസ് 100ഓളം പേർ ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യുന്നത്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഏത് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ നോർമൽ ക്യാമറയും നോർമൽ എഡിറ്റിംഗ് ആപ്പുമാണ് ഉപയോഗിക്കുന്നത്. വീഡിയോഗ്രാഫിയിലെ എൻ്റെ അതിസമഗ്രമായ കുറച്ച് ടിപ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും നല്ല വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ടിപ്സ് എന്ന് കമൻറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.